സജീവൻ, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു 68 വയസ്സായ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന അങ്ങേയറ്റം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ അശ്ലീല പരാമർശങ്ങൾ നടത്തി അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അത് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അപമാനിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ശൈലജ ടീച്ചർക്കെതിരെ ഇസ്ലാമോഫോബിയ അടിച്ചേൽപ്പിക്കാനുള്ളൊരു നീക്കം. വടകര മണ്ഡലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങ് വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പില് പല രീതിയിൽ ആളുകൾ മത്സരിക്കാറുണ്ട്. ആ നോമിനേഷൻ കൊടുത്തിട്ട് നേരെ വോട്ട് ചെയ്യിക്കാൻ പറയുന്നതിനപ്പുറത്ത് പല തന്ത്രങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വളരെ മോശമായ രൂപത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ 68 വയസ്സ് എന്നുള്ളതോ അവർ മുൻ മന്ത്രിയാണ് എന്നുള്ളതൊന്നും ഒരു സ്ത്രീയോടും ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല. ഇത് നമ്മൾ നേരത്തെ ഇതേപോലെ ശൈലജ ടീച്ചറെ അവർ മന്ത്രിയായിരിക്കും നമ്മൾ കണ്ടതാണ്. ഒരു നേതാവ് നിപ്പ രാജകുമാരി എന്നും കോവിഡ് റാണി എന്നൊക്കെ അവരെ വളരെ അപഹാസ്യമായ രൂപത്തിൽ വിമർശിച്ച കാര്യം, അവരെ കളിയാക്കിയ കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള അത് തെരഞ്ഞെടുപ്പിന്റെ കാലത്തല്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞൊഴിയാൻ പറ്റും. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിയെ വളരെ മോശമായി സ്ഥിരീകരിക്കുന്ന രൂപത്തിൽ അത് ആരെ കുറിച്ചായാലും, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ല. സ്ത്രീകൾ പോലും ആവണമെന്നില്ല. ഏത് ഇപ്പം ഷാഫി പറമ്പിലിനെതിരെ ആണെങ്കിൽ പോലും ഇങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ചയിലേക്ക് വരാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ശൈലജ ടീച്ചറെ കുറിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെ പരാമർശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇത് പലപ്പോഴും കുറച്ച് മുമ്പുണ്ട കാര്യമാണെങ്കിൽ പോലും വെണ്ണപ്പാളി പ്രയോഗം ഞാൻ ആലോചിക്കുന്നത്, ക്രീമി ലെയർ എന്ന് പറയുന്ന സംവിധാനം, ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വരുമാനം കാണിക്കാൻ വേണ്ട ഒരു ഇതിനെക്കുറിച്ച് വന്ന സമയത്ത് അന്നൊരു മാധ്യമം, ഒരു പത്രസ്ഥാപനം അതിനെ ക്രീമി ലെയർ എന്നതിനെ മലയാളീകരിച്ചുകൊണ്ട് അച്ചടിച്ച വാക്കാണ് ഈ വെണ്ണപ്പാളി എന്ന് പറയുന്നത്. അപ്പൊ അത് അച്ചടിച്ച സമയത്ത് അത് മോശമായിട്ട് ആർക്കും തോന്നിയില്ല. കാരണം ശരിയാണ്, ക്രീമി ലെയർ എന്നതിന്റെ യഥാർത്ഥ മലയാള വാക്കാണത്. പി ജയരാജൻ അത് പറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് അതെന്തോ അത് എങ്ങനെയാണ്, എനിക്കത് കേട്ട ആദ്യത്തെ വിമർശനമായിട്ട് തന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ വെണ്ണപ്പാളിയിൽ എന്താണ് കുഴപ്പമെന്നുള്ളത്. ഈ വെണ്ണപ്പാളി എന്നുള്ളതല്ല, അതേപോലെയാണോ ശൈലജ ടീച്ചർ വരുന്ന കാര്യങ്ങൾ. ഞാൻ ഒരു LDF സ്ഥാനാർത്ഥി, അത് ഏത് സ്ത്രീ ആണെങ്കിലും, ഏതിപ്പോ UDF സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അവരെ കുറിച്ചൊന്നും ഇങ്ങനെ ഒരു മോശമായ രൂപത്തിൽ പ്രചരണം നടത്തിക്കൊണ്ട് വോട്ട് നേടരുത്. അങ്ങനെ ജയിക്കുന്ന ജയം പോലും ഒരു ജയമായിട്ട് കണക്ക് കൂട്ടാൻ പാടില്ല. ആ നാണക്കേടിന്റെ ജയമായിട്ട് മാറും. സത്യത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാവുന്ന ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞു UDF-കാരല്ല എന്നുള്ളത്. UDF-കാരല്ലെങ്കിൽ പിന്നെ CPM-കാരോ LDF-ലെ മറ്റേതെങ്കിലും ഘടകകക്ഷികളൊക്കെ ശൈലജ ടീച്ചർക്കെതിരെ ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കും. അവരിങ്ങനെ പ്രചരണം നടത്തുമോ? സ്വാഭാവികമായിട്ട് അവിടെ മത്സരം നടക്കുന്ന ആര് തമ്മിലാണ് നമുക്കറിയാം, ആർക്ക് വേണ്ടിയാണെന്നറിയാം. ഷാഫി നിർദ്ദേശം കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ റിസൾട്ട് ആത്യന്തികമായിട്ട് ഗുണഫലം ആർക്കാണ് ഉണ്ടാവുക എന്നോ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുക. ഇതിന്റെ ഗുണഫലം ഉണ്ടാകുന്നത് ഷാഫി പറമ്പിലാണ്. അതുകൊണ്ടാണ് നേരത്തെ താങ്കൾ തന്നെ ചോദിച്ച ചോദ്യം, അത് ഒരു പ്രസക്തമായ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരു തരത്തിലും അവർ കോൺഗ്രസ്സുകാരല്ല, അവർ UDF-കാരല്ല എന്ന് പറഞ്ഞ് തള്ളി പറയേണ്ട ചുമതല സ്ഥാനാർത്ഥികൾക്കുണ്ട്, ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്, UDF നേതാക്കന്മാർക്കുണ്ട്. അതവർ ചെയ്യണം. കാരണം ഇതൊരു മര്യാദഘട്ട രീതിയാണ്. ഒരു സ്ത്രീയെ കുറിച്ച് അവർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ, ഞാൻ പ്രായത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, അവർ സ്ഥാനാർത്ഥിയാണ്. 18 വയസ്സായ ആളാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചത് അവർ സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിൽ നമ്മൾ കാണണമല്ലോ. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരാളെ കുറിച്ച് മോശമായി പറയാമോ? നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച്, മാതാവിനെ കുറിച്ചോ സഹോദരിമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറയുന്നതിനെ കുറിച്ച് വേറെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കുന്നത് ഇത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയലാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ആ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരത്തിൽ സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ അതിനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതല്ലാതെ ഇത് മുമ്പ് അന്ന് പറഞ്ഞില്ലേ, ഇതിങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ വെണ്ണപ്പാളി എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നത് തെറ്റായ രീതിയാണ്. അതൊരിക്കൽ പോലും രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല. ആ വടകരയിൽ ആര് ജയിച്ചാലും തോറ്റാലും അത് മത്സരത്തിലൂടെ ആയിരിക്കണം. അവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, അവിടെ പ്രകടനപത്രിക മുന്നിൽ വെച്ചുകൊണ്ട്, അവിടെ ഇതുവരെ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ സ്വാഭാവികമായിട്ടും പ്രചരണ ആയുധമാക്കേണ്ടത്. അതല്ലാതെ വ്യക്തിഹത്യ നടത്തുന്ന രൂപത്തിൽ
വ്യക്തികളെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്കും ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒരു മുന്നണിക്കും ഭൂഷണമല്ല എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാൻ.